ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. സൺഡേ പോയതാണ് കേട്ടോ. പിന്നെ ഡിലേ ആയിപ്പോയതാണ്, എഡിറ്റിംഗ് എല്ലാം ചെയ്യാനുള്ളതുകൊണ്ട് വീഡിയോ അല്ലേ, അതുകൊണ്ട് ഡിലേ ആയിപ്പോയതാണ്. രാവിലെ തന്നെ ദോശയും മുട്ടച്ചാറുമാണ്. ദോശ എന്ന് വെച്ചാൽ അരിപ്പൊടിയിൽ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത ദോശയാണ്. ഇവിടെ ഞാൻ നെസ്റ്റോറെല്ലാം കിട്ടുന്ന നന്മേൻ്റെ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ എത്ര ലൂസായാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ദോശ നമുക്ക് കിട്ടും. പിന്നെ മുട്ടച്ചാറിൻ്റെ റെസിപ്പീൻ്റെ മുന്നേലും ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നാട്ടിലുള്ള സമയത്ത് ഉമ്മയെല്ലാം ഉണ്ടാക്കി കൊടുക്കലുണ്ട് എന്നാണ് പറയല്. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാട്ടോ, ഉമ്മയെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാനിങ്ങനെ കാണിച്ചു തന്ന ഒരു ബോട്ടിലുണ്ട്, അത് മെറിൻഡ, ഡ്യൂ, പെപ്സി അതിൻ്റെ എല്ലാം മൂടിയാണ്. ആ ഒരു ക്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് ഗ്ലോബൽ വില്ലേജിൽ കിട്ടുമോ നോക്കുന്നത്. നമ്മൾ വൈകുന്നേരം ഒരു 3 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഉച്ചക്കത്തെ ചോറും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ്. ഞാൻ ഇത് തൊട്ട് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ വീണ്ടും ഇടുന്നില്ല. ഇപ്പം നമ്മൾ ഒരു കസിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഹസ്ബൻഡ് പെങ്ങളായിട്ട് വരും. അപ്പോൾ അവിടുന്ന് നല്ല കല്ലുമ്മക്കായി ചോറും പിന്നെ മുട്ട പൊരിച്ചും ഉള്ളി വടയിലുണ്ടേനും. കാരണം ഓള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കല്ലുമ്മക്കായി. അപ്പോൾ അതിനെക്കൊണ്ട് ചോറ് വെച്ചിട്ട് നമുക്കെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കഴിച്ചു, അത് നല്ല വിശപ്പുണ്ടേനും. ഇവിടെ വന്നിട്ട് ഓളയും കൂട്ടി പോകണം. പിന്നെ ഹസ്ബൻഡിൻ്റെ കസിൻസും ബ്രദേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ 8 മണിയായിട്ടുണ്ടേനും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ കവാടത്തിലേക്ക് കടക്കാൻ പോവാണ്. ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് വന്നിട്ടുള്ളത്. അന്നേരം ഈ ഒരു സൈക്കിളെല്ലാം നമ്മൾ കയറിയിട്ടുണ്ട്. ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിലെല്ലാം കയറിയിട്ടുണ്ട്. 20-25 ദിറംസാന്ന് തോന്നുന്നു അവിടം വരെ പോകാൻ. കയ്യിൽ കണ്ട നേരത്തെ ക്യാപ്പില്ലേ, അതെല്ലാം കൊടുത്തിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കൂടെയുള്ള ആൾക്കാർക്ക് ഫുൾ ടിക്കറ്റ് കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. കാരണം ഓരോരുത്തർ ക്യാപ്പില്ലേനും. പിന്നെ നമ്മൾ കുറേ ഷോപ്പിലെല്ലാം നോക്കി, എല്ലാം തീർന്നു പോയി എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇതുപോലെ കുറേ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട്. ദുബായിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗ്ലോബൽ വില്ലേജ് പോകാത്ത പോലെ ഉണ്ടാവില്ല. അപ്പോൾ ഈ സീസൺ ടൈം ആയതുകൊണ്ട് നമ്മൾ ഉണ്ടെങ്കിൽ എല്ലാ വർഷവും പോക്കുണ്ട്. അങ്ങനെ നമ്മൾ പോയതുകൊണ്ട് പവലയിലും കാര്യങ്ങളിലും നമുക്കൊരു ധാരണ ഉണ്ട് അവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടാവുക എന്നുള്ളത്. അപ്പം കണ്ട ഉടനെ മക്കൾസിന് പോപ്കോൺ വേണമെന്നായി, അത് വാങ്ങിച്ചു കൊടുത്തു. ഇതാകുമ്പോണ്ടല്ലോ എല്ലാവരും ഷെയർ ചെയ്തിട്ട് കഴിച്ചോളും. നമ്മൾ ആദ്യം തന്നെ കാര്യ പവലൈൻ തുർക്കിയാണ്. തുർക്കി ഈ ഒരു ഐസ്ക്രീം കണ്ട ഉടനെ മക്കൾസ് തുടങ്ങി ഒച്ചപ്പാട്. ഞാനിതിൻ്റെ ഫുൾ റിയാക്ഷൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. 30 ദിറംസ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ എമൗണ്ട് ചോദിച്ചിട്ടില്ല, ലാസ്റ്റ് ടൈമിനാണ് ചോദിച്ചത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ബൗളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ടർക്കിഷ് ഡിസൈനാന്ന് തോന്നുന്നത്. നല്ല നല്ല കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 5 ദിറംസ് 10 ദിറംസ് എല്ലാം ഉള്ളൂ. പക്ഷേ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കുറേ ഇങ്ങനെ നോക്കി നിന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല. കാരണം എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെ വാങ്ങിക്കുള്ളൂ. കുറേ നോക്കിയിട്ട് ഇവിടുന്ന് ഞാനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കുറേ പേരുണ്ട് കണ്ട. ഇതുപോലത്തെ കുറേ ബൗളുണ്ട് കേട്ടോ. നാട്ടിൽ പുതിയതായി വീടെല്ലാം എടുക്കുന്ന ആൾക്കാർക്കെല്ലാം പറ്റിയതാണ്. പ്രത്യേകിച്ചിട്ട് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അത് മാത്രമല്ല കുറേ ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ട്. എല്ലാത്തിനും 5-10 ദിറംസ് ആണ്. ഒരു കീ ചെയിൻ കാണുന്നുണ്ട്, നമ്മളെ എവി ലൈൻ്റെ എല്ലാം ഒരു മോഡൽ പോലത്തെ. ഈ ഒരു ക്യാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. വെറുതെ പ്രൈസ് ചോദിച്ചതാ. 50 ദിറംസാന്ന് തോന്നുന്നു. 50-30 എന്നെല്ലാം കാണുന്നുണ്ട്. ഇത് കാറിലെല്ലാം വെക്കാനെല്ലാം നല്ല ഭംഗിയുണ്ടാവും. ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാനവിടെ സ്റ്റെക്കാവും. കുറച്ച് നേരം അവിടെ തന്നെ നോക്കിയിരുന്നു, ഓരോ ബൗളും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു. പിന്നെ പോയത് പാകിസ്ഥാൻ പവലയിലാണ്. അവിടെ മെയിൻ ആയിട്ട് ഡ്രസ്സാണുള്ളത്. വെൽവെറ്റ് ടൈപ്പിൽ ഓരോ ക്ലോത്ത് ഹസ്ബൻഡ് മെയിൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കാരണം മാർബിൾ ടൈപ്പുള്ള പലതരം കരകൗശല വസ്തുക്കളുണ്ട്. നിങ്ങൾ കാണുന്ന ആ ചെസ്, അതെല്ലാം ഒരു മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കണ്ടോ, ഒരു പാത്രത്തിൽ ഫ്രൂട്ട്സ് എല്ലാം വെച്ച പോലത്തെ, ഇതെല്ലാം മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ മാർബിളിൻ്റെ ഒരു കുഞ്ഞ് ക്ലോക്ക് ഉണ്ട്. പിന്നെ മക്കൾസിൻ്റെ എല്ലാം കണ്ണ് പോയത് വളകളും മാലകളെല്ലാം ഉള്ള കൗണ്ടറിൻ്റെ അടുത്താണ്. നാട്ടിലെല്ലാം കിട്ടുന്ന കമ്പി വളയില്ലേ, ആ ഒരു ടൈപ്പ് വള, പിന്നെ മണി ടൈപ്പ് വളയെല്ലാം 3 ദിറംസ് 5 ദിറംസിലാണ് ഇവിടെ കാണുന്നത്. അനിയന് ഇയറിങ്സും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വള ഫസക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ലാസ്റ്റ് ആണ് അത് കണ്ടിട്ടുള്ളത്. പിന്നെ നാട്ടിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മേടിക്കോട്ടാ. പിന്നെ ഇവിടെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കല്യാണം ഇല്ല, പരിപാടി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേ പോക്കില്ല. പിന്നെ ഇവർക്ക് മെയിനായിട്ട് വേണ്ട സാധനം ഹെയർ ക്ലിപ്സും കാര്യങ്ങളിലാണ്. അത് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള മുടുക്കുത്തിയാണ് മേടിക്കല്. അത് ഞാൻ ഏടെ കണ്ടു കഴിഞ്ഞാലും ഒന്നങ്ങ് എടുത്തു പോകട്ടാ. പിന്നെ ഇയറിങ്ങും ഒരാൾക്കേ വേണ്ടുള്ളൂ. അപ്പോൾ കിഡ്സ് ടൈപ്പ് ഇയറിംഗ് ആണ് ഞാൻ മേടിക്കല്. ഇത് വണ്ടികൾ കൊണ്ടുള്ള അഭ്യാസ പ്രകടനമാണ്. നമ്മളിവിടെ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇതിലിപ്പം കയറുന്നില്ല. ഇതിൽ മുന്നേ എല്ലാം കയറിയിട്ടുണ്ട്. കുറച്ച് പവലയിൽ നമ്മൾ കയറിയിട്ടുള്ളൂ. കാരണം നമ്മൾ ലേറ്റ് ആയിട്ട് വന്നോണ്ട് തന്നെ നടന്ന് നമ്മൾ സമയം പോകുന്ന അറിയൂല. പിന്നെ നമ്മൾ മെയിൻ സ്റ്റേജ് കയറി. അവിടെ എന്തോ ഷോ നടക്കുന്നത് കണ്ടിട്ട് ഭാഷ അറിയാത്ത എന്തെല്ലോ ഡാൻസ് ഇവിടെ ഉണ്ടേനും. നമ്മൾ കുറേ നേരം അത് കണ്ട് ആസ്വദിച്ചേട്ടാ. നല്ല രസം ഉണ്ടേനും കാണാൻ. കഴിഞ്ഞ വർഷം നമ്മൾ വന്ന ടൈമിന് ബോളിവുഡ് സിംഗർ ആതിഫ് അസ്ലം വന്നിട്ടുണ്ട്. ഞാൻ ഓരോ കുറേ പാട്ടുകൾ കേൾക്കലുണ്ട്. നല്ല നല്ല ഹിറ്റ് പാട്ടെല്ലാം പാടിയ ആളാണ്. എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ദൂരെ നിന്നാണ് കണ്ടത്, അത്രയും ആൾക്കാരുണ്ടേനും. ഈ പ്രാവശ്യം ഉണ്ടല്ലോ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫ്ലവർ ഗാർഡൻ ആണ്. നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു, ഫോട്ടോ എല്ലാം എടുത്തു. മിറാക്കിൾ ഗാർഡനിൽ ഈ പ്രാവശ്യം പോയിട്ടില്ല, കാരണം പ്രൈസ് കൂടുതലായതുകൊണ്ട് നമുക്ക് പോകാനാവില്ല. പിന്നെ അമ്മൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ പോകണമെന്ന്
വിചാരിച്ചിട്ടുണ്ട്. ബർത്ത്ഡേ ഉള്ള ദിവസം പോയി കഴിഞ്ഞാൽ എമറൈസ് ഐ ഡി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് നേടിയിട്ടുണ്ട്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. നമ്മൾ അതിന് ശേഷം നമ്മൾ കുറച്ച് പവലയിൽ കയറിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പവലയിൽ കയറിയിട്ടുണ്ട്. നമ്മളെ കൂടെ വന്ന 2 കസിൻസ് ഫുള്ളായിട്ട് എല്ലാ പവലിലും കയറി ഇറങ്ങി. കാരണം അവരാദ്യമായിട്ട് വന്നതുകൊണ്ട് ഇവിടുത്തെ വൈറൽ ഫുഡെല്ലാം നമ്മൾ കുറേ ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് പിന്നെ ഷവർമയെല്ലാം കഴിച്ചു. നമ്മൾ റൂമിലേക്ക് ഇങ്ങ് പോന്നു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 11:30 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റൂമിലെത്താൻ തന്നെ പറയേണ്ടയില്ല, അത്രയും ലേറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല സൺഡേ ആണ് വന്നത്, മൺഡേ സ്കൂൾ തുറക്കുന്നതാണ്. എന്തായാലും രാവിലെ 6:30 മണിക്ക് ബസ് വരും. ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ടില്ല, യൂണിഫോം ഇസ്തിരി ഇട്ട് വെച്ചിട്ടില്ല, ഒന്നും തിരിയുന്നില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പം ഓക്കെ, അസ്സലാമു അലൈക്കും.